സുഹൃത്തുക്കളെ, ഈ ലോകത്ത് ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നത് താൻ വലിയ എന്തെങ്കിലും നേടണമെന്നാണ്. വിജയം, ബഹുമാനം, മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനം. എന്നാൽ ചോദ്യമിതാണ്, നമ്മളെ ഈ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ആ കാര്യമെന്താണ്? ഉത്തരം വളരെ ലളിതമാണ്: നമ്മുടെ സംസാരിക്കാനുള്ള കല. അതെ, വിധിയെ മാറ്റിമറിക്കാൻ കഴിയുന്ന ആ മാന്ത്രിക ശക്തി വാക്കുകൾക്കുണ്ട്. വാക്കുകൾ എന്നത് സംസാരിക്കാനുള്ള ഒരു മാധ്യമം മാത്രമല്ല, മറിച്ച് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ വാളിനേക്കാളും മൂർച്ചയുള്ള ഒരു ആയുധമാണത്. കാരണം ഒരാളുടെ ഹൃദയം കീഴടക്കാനും ഒരാളുടെ മനസ്സ് മാറ്റാനും ആവശ്യം വന്നാൽ ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാനും വാക്കുകൾക്ക് ശക്തിയുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആളുകൾ കാണാൻ വളരെ സാധാരണക്കാരായിരിക്കും, എന്നാൽ അവർ സംസാരിക്കുമ്പോൾ മുന്നിലുള്ളവർ മന്ത്രമുഗ്ധരായി പോകുന്നു. അവരുടെ വസ്ത്രങ്ങൾ വിലകൂടിയതായിരിക്കില്ല, മുഖത്ത് പ്രത്യേക ആകർഷണവും ഉണ്ടായിരിക്കില്ല. പക്ഷേ അവരുടെ വാക്കുകളിലും അവരുടെ ശൈലിയിലും ഹൃദയത്തെ സ്പർശിക്കുന്ന എന്തോ ഒരു ജാലവിദ്യയുണ്ട്. അങ്ങനെയുള്ളവർ ആൾക്കൂട്ടത്തിൽ വേറിട്ടു നിൽക്കുന്നു. കാരണം എന്ത് സംസാരിക്കണം, എപ്പോൾ സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം എന്നവർക്കറിയാം. നേരെ മറിച്ച് വളരെ അറിവുള്ളൊരു വ്യക്തിക്ക് തന്റെ ആശയങ്ങൾ ശരിയായി പ്രകടിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് ആളുകൾ അവരെ മനസ്സിലാക്കാതെ പോകുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഓർക്കുക, സംസാരിക്കാനുള്ള ശരിയായ കലയോടൊപ്പം അവതരിപ്പിക്കുമ്പോഴാണ് അറിവ് ഫലപ്രദമാകുന്നത്. സംസാരകല നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നിങ്ങളെ ഏറ്റവും വലിയ കൂട്ടുകാരനാകാൻ കഴിയുന്ന ഒരു ശക്തിയാണ്. ഇതാണ് ഒരു നേതാവിനെ ജനപ്രിയനാക്കുന്നതും ഒരു വ്യാപാരിയെ ബ്രാൻഡാക്കുന്നതും ഒരു സാധാരണക്കാരനെ അസാധാരണനാക്കുന്നതും. നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ നിങ്ങൾ പഠിച്ചാൽ സമ്മർദ്ദം ചെലുത്താതെയും തർക്കിക്കാതെയും ആരെക്കൊണ്ടും നിങ്ങളുടെ കാര്യങ്ങൾ സമ്മതിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഇതാണ് ബന്ധങ്ങളെ ശക്തമാക്കുന്ന കല. അവസരങ്ങളുടെ വാതിലുകൾ തുറക്കുന്നതും എല്ലാറ്റിനുമുപരിയായി ഏത് ആൾക്കൂട്ടത്തിലും നിങ്ങൾക്കൊരു പ്രത്യേക ഐഡന്റിറ്റി നൽകുന്ന തരത്തിലുള്ള ആത്മവിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണർത്തുന്നതും ഈ കലയാണ്. ചിന്തിക്കൂ, ഒരു കലാകാരൻ തന്റെ വാക്കുകളിലൂടെ ലക്ഷക്കണക്കിന് ഹൃദയങ്ങളെ സ്പർശിക്കുമ്പോൾ, ഒരു നേതാവ് തന്റെ വാക്കുകളിലൂടെ ഒരു രാജ്യത്തെ മുഴുവൻ പ്രചോദിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്കത് ചെയ്തുകൂടാ? വ്യത്യാസം ഇത്രമാത്രം: അവർ സംസാരിക്കാനുള്ള കല മനസ്സിലാക്കി അത് സ്വായത്തമാക്കി. എന്നാൽ ഭൂരിഭാഗം ആളുകളും വെറുതെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. സുഹൃത്തുക്കളെ, സംസാരിക്കാനുള്ള കല പഠിക്കാൻ ബിരുദങ്ങളോ വലിയ പുസ്തകങ്ങളോ ആവശ്യമില്ല. വേണ്ടത് നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസം ഉണർത്തുക, നിങ്ങളുടെ ചിന്തകൾ വ്യക്തമാക്കുക, നിങ്ങളുടെ വികാരങ്ങളെ ശരിയായ വാക്കുകളിൽ രൂപപ്പെടുത്തുക എന്നിവ മാത്രമാണ്. നിങ്ങളുടെ വാക്കുകളുടെ മേൽ നിങ്ങൾക്ക് നിയന്ത്രണം ലഭിക്കുമ്പോൾ നിങ്ങളുടെ വിധിയുടെ മേലും നിങ്ങൾക്ക് നിയന്ത്രണം ലഭിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ വാക്കുകൾ കൊണ്ട് എങ്ങനെ ലോകത്തെ കീഴടക്കാമെന്നും എങ്ങനെ ഒരാളുടെ ഹൃദയത്തിൽ ഇടം നേടാമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളുടെ സംസാരത്തിലൂടെ എങ്ങനെ നേടിയെടുക്കാമെന്നും നമ്മൾ അറിയാൻ പോകുന്നു. ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന സംസാരകല നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ അവസാനം വരെ തീർച്ചയായും കാണുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. കാരണം വരാനിരിക്കുന്ന വീഡിയോകൾ നിങ്ങളുടെ ചിന്താരീതിയെ മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റാൻ പോകുന്നവയാണ്. ഒരു ദിവസം ചന്ദ്രഗുപ്തൻ ആചാര്യ ചാണക്യനോട് ചോദിച്ചു: ഹേ ഗുരോ, ഈ ലോകത്ത് വിജയിക്കണമെങ്കിൽ തന്ത്രശാലിയാകണമെന്ന് എല്ലാവരും പറയുന്നു. തന്ത്രപൂർവ്വം സംസാരിക്കണം, ഇല്ലെങ്കിൽ എപ്പോഴും പിന്നിലായി പോകും. എന്നാൽ എങ്ങനെയാണ് തന്ത്രശാലിയാകേണ്ടത് എന്ന് ആരും പറഞ്ഞുതരുന്നില്ല. അങ്ങെനിക്കിതൊന്നു പഠിപ്പിച്ചു തരുമോ? ആചാര്യ ചാണക്യൻ ചന്ദ്രഗുപ്തന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ കേൾക്കുകയും പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയും ചെയ്തു: ഞാൻ നിന്നോട് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഈ വാക്കുകളുടെ ഓരോ അർത്ഥവും ശ്രദ്ധയോടെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായ ആയുധം നമ്മുടെ വാക്കുകൾ തന്നെയാണ്. അത് എഴുതപ്പെട്ടതായാലും സംസാരിക്കുന്നതായാലും. ശരിയായ സമയത്ത് ശരിയായ വ്യക്തിയോട് ശരിയായ രീതിയിൽ ഇവ ഉപയോഗിച്ചാൽ ഇതിന് നമ്മുടെ മുഴുവൻ ജീവിതത്തെയും മാറ്റാൻ കഴിയും. നമുക്ക് നമ്മുടെ വാക്കുകളെ പൂക്കൾ പോലെ ഉപയോഗിക്കാം, വേണമെങ്കിൽ അവയെ അമ്പുകളാക്കി എയ്യുകയുമാകാം. നമ്മൾ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ ആഴത്തിലുള്ള മുറിവുകൾ ഉണക്കുന്നു, ചിലപ്പോൾ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. വാക്കുകൾക്ക് ഒരാളുടെ ജീവിതമുണ്ടാക്കാനും നശിപ്പിക്കാനും കഴിയുന്നത്ര ശക്തിയുണ്ട്. വാക്കുകൾക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാനും ദുഃഖം വിതയ്ക്കാനും കഴിയും. ഇതിലൂടെ നമുക്ക് ബന്ധങ്ങളുണ്ടാക്കാനും അത് തകർക്കാനും കഴിയും. ഈ വാക്കുകൾക്ക് നമുക്ക് വിജയം നൽകാനും നമ്മളെ നശിപ്പിക്കാനും കഴിയും. വാക്കുകൾ ഒരു വ്യക്തിയെ മാത്രമല്ല ബാധിക്കുന്നത്, അവ ഒരു കുടുംബത്തെയും ഒരു നഗരത്തെയും ലോകത്തെയും നിർമ്മാണത്തിലേക്കോ നാശത്തിലേക്കോ നയിച്ചേക്കാം. അതുകൊണ്ടാണ് വാക്കുകളെ ഈ ലോകത്തിലെ ഏറ്റവും ശക്തവും വിനാശകരവുമായ ആയുധമായി കണക്കാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ചിന്തിച്ചു വേണം ഉപയോഗിക്കാൻ. അങ്ങനെ അതിലൂടെ നമുക്കും മറ്റുള്ളവർക്കും ഗുണമുണ്ടാകണം. ഇനി വാക്കുകളുടെ ചില മാന്ത്രിക വശങ്ങളെക്കുറിച്ച് ഞാൻ നിന്നോട് പറയാൻ പോകുന്നു. വാക്കുകൾക്ക് ശരിക്കും മാന്ത്രിക ശക്തിയുണ്ടോ എന്ന് നിന്റെ മനസ്സിൽ ചോദ്യമുണ്ടാകാം. അതെ, തീർച്ചയായുമുണ്ട്. ഇത് നേരിട്ട് കാണാൻ കഴിയില്ലെങ്കിലും അതിന്റെ ഫലം വ്യക്തമായി കാണാം. നമ്മുടെ വാക്കുകളിൽ അത്ഭുതകരമായ ജാലവിദ്യയുണ്ട്. അവയ്ക്ക് കരയുന്നവരെ ചിരിപ്പിക്കാനും ചിരിക്കുന്നവരെ കരയിപ്പിക്കാനും കഴിയും. ആരുടെയെങ്കിലും ലോകത്ത് സന്തോഷം നിറയ്ക്കാനോ ദുഃഖത്തിന്റെ പ്രളയം കൊണ്ടുവരാനോ ഇതിന് കഴിയും. വാക്കുകളിൽ അത്രയേറെ ആകർഷണമുണ്ട്.
അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയവർ ഏറ്റവും വലിയ മാന്ത്രികനായി മാറുന്നു. ആളുകളോട് സംസാരിക്കുന്നതും അവരെക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുന്നതും ഒരു കലയാണ്. ഈ കല പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സംസാരിക്കാനുള്ള കല നിനക്ക് വശത്തായാൽ പിന്നെ മറ്റൊന്നും പഠിക്കേണ്ട ആവശ്യം വരില്ല. വിജയം നിന്റെ കാൽക്കൽ വരും. ഏത് വ്യക്തിയെ നീ ആഗ്രഹിക്കുന്നുവോ അവർ നിന്നിലേക്ക് ആകർഷിക്കപ്പെടാൻ തുടങ്ങും. ഈ കല പഠിക്കാൻ നിനക്ക് പണത്തിന്റെ ആവശ്യമില്ല. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, പലരും പഠിപ്പുള്ളവരായിരിക്കും, പക്ഷെ സംസാരിക്കാനുള്ള കല ഇല്ലാത്തതുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അതേസമയം പഠനത്തിൽ പിന്നിലായിരുന്നിട്ടും സംസാരിക്കാനുള്ള കലയിൽ മിടുക്കരായ ചിലർ തുടർച്ചയായി വിജയത്തിന്റെ പടവുകൾ കയറിക്കൊണ്ടിരിക്കുന്നു. സംസാരിക്കാനുള്ള കല പഠിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ചില ശീലങ്ങൾ മാറ്റുകയും നമ്മുടെ കാഴ്ചപ്പാടിൽ ചെറിയ മാറ്റം വരുത്തുകയും ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ വാക്കുകളുടെ ശക്തിയെ ഒരിക്കലും നിസാരമായി കാണരുത്. ഒരു നേതാവിനെ മാത്രം നോക്കൂ. സംസാരിക്കാനുള്ള കലയിലൂടെ അവൻ എങ്ങനെയാണ് ഒരു രാജ്യത്തെ മുഴുവൻ സ്വാധീനിക്കുന്നത് എന്ന്. ഉള്ളിൽ മരിച്ചുപോയ ഒരു മനുഷ്യനിലും ജീവൻ നൽകാൻ നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. അവന് ഒരു പുതിയ ജീവിതം നൽകാൻ ഇതിന് കഴിയും. അതുകൊണ്ട് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് നമ്മുടെ വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കണം, അതിലൂടെ ജീവിതത്തിൽ എങ്ങനെ വിജയം നേടാം, നമ്മുടെ സംസാരത്തിലൂടെ എല്ലാവരെയും നമ്മളിലേക്ക് എങ്ങനെ ആകർഷിക്കാമെന്നാണ്. എന്നാൽ അതിനു മുമ്പ് നീ 3 പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വാക്കുകളുടെ അമ്പുകൾ എയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം ആദ്യം ചിന്തിക്കുക, ഈ അമ്പ് ആരിലേക്കാണ് പോകുന്നത്? എന്തിനാണ് ഈ അമ്പ് എയ്യുന്നത്? ഈ അമ്പിന്റെ ഫലം എന്തായിരിക്കും? ദൈവം നമുക്ക് 2 ചെവികളും 1 വായുമാണ് തന്നിരിക്കുന്നത്, നമ്മൾ കൂടുതൽ കേൾക്കാനും കുറച്ച് സംസാരിക്കാനും വേണ്ടി. കുറച്ച് സംസാരിക്കുന്നവർക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവ് കൂടുതലായിരിക്കും. ഏതൊരു കാര്യത്തിലും തങ്ങളുടെ 100% നൽകാൻ അവർക്ക് കഴിയുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ തന്ത്രശാലിയാകാനും വാക്കുകൾ ശരിയായി ഉപയോഗിക്കാനും നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം ഓർക്കുക, തന്ത്രപൂർവ്വം സംസാരിക്കുക എന്നതിനർത്ഥം നീ സ്വാർത്ഥനാകണമെന്നോ ആരുടെയെങ്കിലും അന്യായമായ ലാഭമെടുക്കണമെന്നോ അല്ല. നമ്മൾ സാമർത്ഥ്യത്തോടെ സംസാരിക്കാൻ പഠിക്കേണ്ടത് നമുക്കും മറ്റുള്ളവർക്കും ഗുണമുണ്ടാകാൻ വേണ്ടിയാണ്, അല്ലാതെ ആർക്കും ദോഷം വരാനല്ല. എത്രത്തോളം നന്നായും ചാതുര്യത്തോടെയും നീ ആളുകളോട് സംസാരിക്കുന്നുവോ അത്രത്തോളം അവർ നിന്നെ ഇഷ്ടപ്പെടും. അവർ നിന്നെ ബഹുമാനിക്കുകയും നിന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്യും. ആളുകൾ നിനക്ക് വില കൽപ്പിക്കുകയും സമൂഹത്തിൽ നിന്റെ മാനം വർദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ട് സമൂഹത്തിൽ ബഹുമാനത്തോടെ ജീവിക്കാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ സമൂഹത്തിനനുസരിച്ച് ചിന്തിച്ച് സാമർത്ഥ്യത്തോടെ സംസാരിക്കാൻ പഠിക്കേണ്ടത് നിർബന്ധമാണ്. ചാണക്യൻ പറഞ്ഞ കാര്യങ്ങളിതാ. 1-ാമത്തെ കാര്യം, ആചാര്യ ചാണക്യൻ പറയുന്നു, നിന്റെ കാര്യങ്ങൾ ഏറ്റവും കുറഞ്ഞ വാക്കുകളിൽ പറയാൻ പഠിക്കുക. കാരണം കാര്യങ്ങളെ സങ്കീർണമാക്കുന്നതല്ല, മറിച്ച് ലളിതമാക്കുന്നതാണ് ബുദ്ധിയുടെ യഥാർത്ഥ അർത്ഥം. സ്വന്തം ചിന്തകളിൽ നിയന്ത്രണമില്ലാത്ത ഓരോ കാര്യവും നീട്ടിക്കൊണ്ടുപോകുന്ന വ്യക്തിക്ക് സാവധാനം അവരുടെ വാക്കുകളുടെ സ്വാധീനം നഷ്ടപ്പെടുന്നു. ഓർക്കുക, വാക്കുകൾ എത്ര കുറവാണോ സ്വാധീനം അത്രയും ആഴത്തിലായിരിക്കും. സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ ചുറ്റും എപ്പോഴും അങ്ങനെയൊരാളുണ്ടാകും, സംസാരിക്കുമ്പോൾ കാര്യങ്ങളെ വളച്ചൊടിച്ചു പറഞ്ഞ് കേൾക്കുന്നയാളുടെ ശ്രദ്ധ പാതിവഴിയിൽ തന്നെ മുറിച്ചുകളയുന്ന ഒരാൾ. തുടക്കത്തിൽ നിങ്ങൾ അയാളുടെ കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കും, എന്നാൽ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് മടുപ്പനുഭവപ്പെടാൻ തുടങ്ങും. ഇപ്പോൾ ചിന്തിക്കൂ, നിങ്ങളുടെ സംസാരം കൊണ്ട് മറ്റൊരാൾക്ക് ഇത്തരമൊരു അനുഭവമുണ്ടായാൽ ആ വ്യക്തിയും നിങ്ങളിൽ നിന്ന് അകന്നുപോകും. ഇതാണ് ചാണക്യൻ നമ്മളെ പഠിപ്പിക്കുന്നത്. സംസാരത്തിൽ മാധുര്യം വേണം, പക്ഷെ നീളം പാടില്ല. ഇന്നത്തെ കാലത്ത് ഓരോ മനുഷ്യനും ഓടിക്കൊണ്ടിരിക്കുകയാണ്, തങ്ങളുടെ ജോലി, ലക്ഷ്യങ്ങൾ, പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് പിന്നാലെ. നിങ്ങളുടെ നീണ്ട കഥകൾ കേൾക്കാൻ ആർക്കും സമയമില്ല. നേരായ, കൃത്യമായ, ഫലപ്രദമായ കാര്യങ്ങൾ മാത്രമാണ് ആളുകൾ കേൾക്കുന്നത്. കുറഞ്ഞ വാക്കുകളിൽ കാര്യം പറയാൻ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ വെറും സംസാരിക്കുന്ന ആളല്ല, മറിച്ച് സ്വാധീനം ചെലുത്തുന്ന ആളായി മാറുന്നു. ഇതാണ് ഒരു സാധാരണ വ്യക്തിയും സ്വാധീനശക്തിയുള്ള ഒരു പ്രാസംഗികനും തമ്മിലുള്ള വ്യത്യാസം. ചിന്തിക്കൂ, നിങ്ങൾ ഒരാൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അയാൾക്ക് അത് കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ മനസ്സിലായാൽ അതാണ് നിങ്ങളുടെ വിജയം. കാരണം ഈ ലോകത്ത് സംക്ഷിപ്തതയാണ് സ്വാധീനത്തിന്റെ ആത്മാവ്. കുറഞ്ഞ വാക്കുകളിൽ കൂടുതൽ അർത്ഥം നിറയ്ക്കുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി. ചാണക്യൻ പറയുന്നു, നീണ്ട സംസാരങ്ങളിൽ അലഞ്ഞുതിരിയുന്ന വ്യക്തിയുടെ ലക്ഷ്യം നഷ്ടപ്പെടുന്നു. ഇന്നത്തെ കാലത്ത് സംസാരിക്കാൻ എളുപ്പമാണ്, പക്ഷേ സ്വാധീനമുണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പ്രയാസമാണ്. കാരണം എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, സോഷ്യൽ മീഡിയയിൽ, മീറ്റിംഗുകളിൽ, സുഹൃത്തുക്കൾക്കിടയിൽ. എന്നാൽ ആളുകൾ സത്യമായും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ കുറച്ചുപേരെ മാത്രമാണ്. എപ്പോൾ നിർത്തണം, എപ്പോൾ വിരാമമിടണം, എന്ത് പറയരുത് എന്ന് അറിയാവുന്നവരാണ് ആ ആളുകൾ. അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾ ആളുകളുടെ ഹൃദയത്തിലെത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവയെ ചെറുതും കൃത്യവും ശക്തവുമാക്കുക. ഓർക്കുക, നിങ്ങൾ എത്ര കൂടുതൽ സംസാരിക്കുന്നുവോ അത്രയും വില കുറഞ്ഞതായി തോന്നും, എത്ര കുറച്ച് സംസാരിക്കുന്നുവോ അത്രയും വിലപ്പെട്ടവനായി മാറും. നിങ്ങളുടെ വാക്കുകളിൽ വ്യക്തതയുണ്ടാകുമ്പോൾ നിങ്ങളുടെ ചിന്തകളിൽ ആഴം കാണപ്പെടും. നിങ്ങളുടെ ചിന്തകൾ ആഴമുള്ളതാകുമ്പോൾ ആളുകൾ നിങ്ങളെ കേൾക്കുക മാത്രമല്ല, നിങ്ങളെ ഓർമ്മിക്കുകയും ചെയ്യും. ഇതാണ് സംസാരിക്കാനുള്ള ആദ്യത്തെ കല. കുറച്ച് സംസാരിക്കുക, പക്ഷേ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുന്ന രീതിയിൽ സംസാരിക്കുക. 2-ാമത്തെ കാര്യം, ആചാര്യ ചാണക്യൻ പറയുന്നു, സംസാരിക്കാനുള്ള കലയിൽ നിനക്ക് പ്രാവീണ്യം നേടണമെങ്കിൽ മറ്റുള്ളവരുടെ ഹൃദയം കീഴടക്കാൻ പഠിക്കുക. കാരണം ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഇടം നേടുക എന്നതാണ്.
നിങ്ങൾ ആളുകളെ കാണുമ്പോൾ, അവരോട് സംസാരിക്കുമ്പോൾ, അവർക്ക് നിങ്ങളുമായി ഇടപഴകുമ്പോൾ നല്ലതു തോന്നാൻ ശ്രമിക്കുക. കാരണം തങ്ങൾക്ക് നല്ല അനുഭവം നൽകുന്നതിനെയാണ് ആളുകൾ ഓർമ്മിക്കുന്നത്. ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ ചെറിയൊരാഗ്രഹമുണ്ട്. ആരെങ്കിലും എന്നെ പുകഴ്ത്തണം, എനിക്ക് വില കൽപ്പിക്കണം, എന്റെ വാക്ക് കേൾക്കണം. ഈ ആഗ്രഹം ഓരോ മനുഷ്യനിലുമുണ്ട്. അവൻ പണക്കാരനായാലും പാവപ്പെട്ടവനായാലും വലിയവനായാലും ചെറിയവനായാലും. ആ ആഗ്രഹത്തെ ശരിയായ സമയത്ത് മനസ്സിലാക്കി ശരിയായ വാക്കുകളിൽ നിങ്ങൾ നിറവേറ്റിക്കൊടുത്താൽ നിങ്ങൾ അവരുടെ ഹൃദയം കീഴടക്കുന്നു. ഇതാണ് ചാണക്യന്റെ രണ്ടാമത്തെ പാഠം. ആരെയാണോ നിനക്ക് അനുനയിപ്പിക്കേണ്ടത്, ആദ്യം അവന് താൻ പ്രാധാന്യമുള്ളവനാണെന്ന് തോന്നിക്കുക. ചിന്തിക്കൂ സുഹൃത്തുക്കളെ, നിങ്ങൾക്കൊരാളെക്കൊണ്ട് നിങ്ങളുടെ കാര്യം ചെയ്യിക്കണമെങ്കിൽ കൽപ്പിച്ചുകൊണ്ടോ വഴക്കു പറഞ്ഞുകൊണ്ടോ അവരെ സമ്മതിപ്പിക്കാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾ അവരുടെ നല്ല കാര്യങ്ങളെ പുകഴ്ത്തിക്കൊണ്ടു തുടങ്ങുകയും അവരുടെ പ്രാധാന്യം കാണിച്ചുകൊടുക്കുകയും ചെയ്താൽ അവർ തന്നെ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാകും. കാരണം ആരുടെ ഹൃദയവും തുറക്കുന്ന മാന്ത്രിക താക്കോലാണ് പ്രശംസ. എന്നാൽ നിങ്ങളുടെ പ്രശംസ സത്യസന്ധവും ബുദ്ധിപൂർവവുമാണെങ്കിൽ മാത്രമേ ഈ താക്കോൽ പ്രവർത്തിക്കൂ. ഇവിടെ ചാണക്യൻ ഒരു ആഴത്തിലുള്ള കാര്യം പഠിപ്പിക്കുന്നു. പുകഴ്ത്തുമ്പോൾ ബുദ്ധി കാണിക്കുക. നിങ്ങളുടെ വാക്കുകളിൽ കൃത്രിമത്വമോ കള്ളത്തരമോ കണ്ടാൽ മുന്നിലുള്ളയാൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും. അതോടെ നിങ്ങളുടെ വാക്കുകളുടെ സ്വാധീനം നഷ്ടപ്പെടും. ഉദാഹരണത്തിന്, നിറമില്ലാത്ത ഒരാളോട് നീ കാണാൻ വളരെ സുന്ദരനാണ് എന്ന് പറഞ്ഞാൽ അവർക്കത് കപടമായി തോന്നും. എന്നാൽ അതേ വികാരം സത്യസന്ധമായി സുഹൃത്തെ, ഇന്ന് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ പുഞ്ചിരി തന്നെ പറയും നിങ്ങളുടെ വാക്ക് അവരുടെ ഹൃദയത്തിലിറങ്ങിയെന്ന്. വ്യത്യാസം വാക്കുകളിലല്ല, വികാരത്തിലാണ്. ഓർക്കുക, നിങ്ങൾ പറയുന്നത് മാത്രമല്ല ആളുകൾ കേൾക്കുന്നത്. നിങ്ങൾ അവർക്ക് എന്തനുഭവമാണ് നൽകുന്നത്, അതാണ് അവർക്ക് അനുഭവപ്പെടുന്നത്. നിങ്ങളുടെ വാക്കുകളിൽ ബഹുമാനം, സത്യസന്ധത, അടുപ്പം എന്നിവയുണ്ടെങ്കിൽ മുന്നിലുള്ളയാൾ തനിയെ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. എന്നാൽ നിങ്ങളുടെ വാക്കുകളിൽ വഞ്ചനയോ കൃത്രിമത്വമോ സ്വാർത്ഥതയോ ഉണ്ടെങ്കിൽ വാക്കുകൾ എത്ര മധുരമുള്ളതാണെങ്കിലും ഫലമുണ്ടാകില്ല. അതുകൊണ്ട് ആരോട് സംസാരിക്കുമ്പോഴും ആദ്യം അവർ ആഗ്രഹിക്കുന്നത് അവർക്ക് നൽകുക: ബഹുമാനം, അഭിനന്ദനം, അടുപ്പം. അപ്പോൾ കാണാം നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം: സഹകരണം, പിന്തുണ, വിശ്വാസം. അവർ നിങ്ങൾക്ക് നൽകാൻ തയ്യാറാകുന്നത്. ഇതാണ് സംസാരിക്കാനുള്ള രണ്ടാമത്തെ കല: ഹൃദയം കീഴടക്കുക. കാരണം നിങ്ങൾ ഹൃദയം കീഴടക്കുമ്പോൾ നാവ് തനിയെ നിങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കാൻ തുടങ്ങും. മൂന്നാമത്തെ കാര്യം, എന്ത് സംസാരിച്ചാലും വിശ്വാസത്തോടെ സംസാരിക്കുക. കാരണം വാക്കുകളുടെ യഥാർത്ഥ ശക്തി ശബ്ദത്തിലല്ല, അതിനു പിന്നിലെ വിശ്വാസത്തിലാണ്. നിങ്ങളുടെ ശബ്ദം പതിഞ്ഞതായാലും ഉച്ചത്തിലായാലും അതിൽ ആത്മവിശ്വാസത്തിന്റെ മുഴക്കമുണ്ടെങ്കിൽ അത് കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ ഇറങ്ങിച്ചെല്ലും. എന്നാൽ നിങ്ങൾക്ക് തന്നെ സ്വന്തം വാക്കുകളിൽ വിശ്വാസമില്ലെങ്കിൽ മറ്റൊരാൾ എന്തിനു വിശ്വസിക്കണം? നമ്മളിൽ പലർക്കും അറിവുണ്ട്, ബുദ്ധിയുണ്ട്, അനുഭവമുണ്ട്. എന്നാൽ സ്വന്തം കാര്യം അവതരിപ്പിക്കാൻ വരുമ്പോൾ പേടിയോ നാണമോ കാരണം പിന്നോട്ടു മാറുന്നു. ഞാൻ പറയുന്നത് തെറ്റായി പോകുമോ, ആളുകൾ കളിയാക്കുമോ, ആരെങ്കിലും എന്നെ മോശമായി വിധിക്കുമോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നു. ഈ പേടി അവരുടെ വാക്കുകളുടെ ശക്തിയെ ഇല്ലാതാക്കുന്നു. എന്നാൽ സത്യമെന്തെന്നാൽ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്ന വ്യക്തിയാണ് മറ്റുള്ളവരെ സ്വാധീനിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ചിലപ്പോൾ ഒരു ചർച്ചയിലോ മീറ്റിംഗിലോ രണ്ടുപേർ ഒരേ കാര്യം തന്നെ പറയുന്നു. എന്നാൽ ഒരാളുടെ വാക്ക് എല്ലാവരെയും സ്വാധീനിക്കുന്നു, മറ്റേയാളുടെ വാക്ക് ആരും കേൾക്കുന്നുപോലുമില്ല. എന്തുകൊണ്ട്? കാരണം ഒന്നാമത്തെ വ്യക്തി തന്റെ കാര്യം വിശ്വാസത്തോടും ആത്മാർത്ഥതയോടും ഉറപ്പോടും കൂടി പറയുന്നു. രണ്ടാമത്തെ വ്യക്തി സംശയത്തിൽ മുങ്ങിപ്പോകുന്നു. നിങ്ങളുടെ അറിവിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ ശബ്ദമാണ് ആളുകൾ കേൾക്കുന്നത്. ചാണക്യൻ പറയുന്നു, സ്വന്തം കാര്യം അവതരിപ്പിക്കുമ്പോൾ മടിച്ചു നിൽക്കുന്നവൻ സ്വന്തം വാക്കുകളെ തന്നെ ദുർബലമാക്കുന്നു. ഇത് പൂർണ്ണമായും സത്യമാണ്. കാരണം ആത്മവിശ്വാസം നിങ്ങളുടെ ശൈലിയിൽ മാത്രമല്ല, നിങ്ങളുടെ ശരീരം, കണ്ണുകൾ, ഭാവങ്ങൾ എന്നിവയിലും പ്രതിഫലിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കാര്യം പൂർണ്ണ വിശ്വാസത്തോടെ അവതരിപ്പിക്കുമ്പോൾ മുന്നിലുള്ള വ്യക്തി നിങ്ങളുടെ വാക്കുകൾ വിശ്വസിക്കാൻ തുടങ്ങുന്നു. അവർ ആ വിഷയത്തെക്കുറിച്ച് മുമ്പ് ചിന്തിച്ചിട്ടുപോലുമില്ലെങ്കിൽ കൂടി. ഓർക്കുക, നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് തന്നെ ഉറപ്പില്ലെങ്കിൽ ലോകം അത് വിശ്വസിക്കില്ല. എന്നാൽ നിങ്ങൾക്ക് സ്വയം വിശ്വാസമുണ്ടെങ്കിൽ ആരെയും സ്വാധീനിക്കാൻ കഴിയുന്ന ഊർജ്ജം നിങ്ങളുടെ വാക്കുകളിൽ വരും. ഈ ആത്മവിശ്വാസമാണ് ഒരു സാധാരണക്കാരനെ ആൾക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. ഈ ആത്മവിശ്വാസമാണ് ഒരു പ്രാസംഗികനെ നേതാവാക്കുന്നത്. ഈ ആത്മവിശ്വാസമാണ് ഒരാശയത്തെ വിപ്ലവമാക്കി മാറ്റുന്നത്. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ഭയപ്പെടരുത്, മടിക്കരുത്, നാണക്കരുത്. കാരണം സ്വന്തം കാര്യം പറയാൻ ഭയപ്പെടുന്ന വ്യക്തിക്ക് സ്വന്തം വിധി മാറ്റാനുള്ള അധികാരം നഷ്ടപ്പെടുന്നു. എന്റെ വാക്കുകളിൽ സത്യമുണ്ട്, എന്റെ കാര്യത്തിന് പ്രാധാന്യമുണ്ട് എന്ന വിശ്വാസത്തോടെ സംസാരിക്കുക. നിങ്ങളുടെ വിശ്വാസം ഉറച്ചതാണെങ്കിൽ നിങ്ങളുടെ ശബ്ദം തന്നെ ഒരു ശക്തിയായി മാറും. അത് ഹൃദയങ്ങളിലെത്തും, ആളുകളെ ഒന്നിപ്പിക്കുകയും ലോകത്ത് നിങ്ങൾക്കൊരു മേൽവിലാസമുണ്ടാക്കുകയും ചെയ്യും. ഓർക്കുക, വാക്കുകളിൽ ആത്മവിശ്വാസത്തിന്റെ മുഴക്കമുണ്ടാകുമ്പോഴാണ് അത് ഫലപ്രദമാകുന്നത്. അതുകൊണ്ട് സംസാരിക്കുക. പക്ഷെ ഓരോ വാക്കിലും നിങ്ങളുടെ വിശ്വാസം പ്രതിഫലിക്കുന്ന തരത്തിൽ സംസാരിക്കുക. കാരണം നിങ്ങൾ സ്വയം വിശ്വസിക്കുമ്പോൾ മാത്രമേ ലോകം നിങ്ങളുടെ വാക്കുകളെ വിശ്വസിക്കൂ. നാലാമത്തെ കാര്യം, ആചാര്യ ചാണക്യൻ പറയുന്നു, സംസാരിക്കാനുള്ള കലയിൽ നിനക്ക് നിപുണനാകണമെങ്കിൽ നിന്റെ വാക്കുകളിൽ വികാരങ്ങൾ ചേർക്കുക. കാരണം വികാരങ്ങളില്ലാത്ത വാക്കുകൾ വെറും ശബ്ദങ്ങൾ മാത്രമാണ്. എന്നാൽ അവയിൽ വികാരം ചേരുമ്പോൾ
ആ ശബ്ദം ഹൃദയത്തിലെത്തുന്ന വാണിയായി മാറുന്നു. തലച്ചോറിൽ നിന്ന് വരുന്ന കാര്യം ചെവി വരെ മാത്രമേ എത്തൂ. എന്നാൽ ഹൃദയത്തിൽ നിന്ന് വരുന്ന കാര്യം നേരെ മുന്നിലുള്ളയാളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ഇന്നത്തെ കാലത്ത് എല്ലാവരും സംസാരിക്കുന്നു, പക്ഷെ വളരെ കുറച്ചുപേർ മാത്രമേ അനുഭവിപ്പിക്കുന്നുള്ളൂ. ഇതാണ് സംസാരിക്കുന്നവനും സ്വാധീനം ചെലുത്തുന്നവനും തമ്മിലുള്ള വ്യത്യാസം. ചാണക്യൻ പറയുന്നു, നിന്റെ വാക്കുകൾ ആളുകളുടെ ഹൃദയത്തെ സ്പർശിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൽ വികാരത്തിന്റെ നിറം ചേർക്കുക. ആരുടെയെങ്കിലും ഹൃദയം പ്രകാശിപ്പിക്കാൻ കഴിയുന്ന ചൂട് നിന്റെ ശബ്ദത്തിലുണ്ടായിരിക്കണം. ആരുടെയെങ്കിലും ദുഃഖത്തെ ശാന്തമാക്കാൻ കഴിയുന്ന നനവ് അതിലുണ്ടാകണം. നോക്കൂ സുഹൃത്തുക്കളെ, വാക്കുകൾ എല്ലാവരുടെയും പക്കലുണ്ട്, പക്ഷേ എല്ലാവരുടെയും വാക്കുകൾ ഫലമുണ്ടാക്കില്ല. മനുഷ്യത്വം, അനുഭൂതി, സത്യം എന്നിവയുടെ മണമുള്ള വാക്കുകൾക്കേ ഫലമുണ്ടാകൂ. മുന്നിലുള്ളയാൾ ദുഃഖിതനാണെന്ന് തോന്നിയാൽ നിന്റെ ശബ്ദത്തിൽ കരുണയുണ്ടായിരിക്കണം. അവൻ സന്തോഷവാനാണെങ്കിൽ നിന്റെ വാക്കുകളിൽ പുഞ്ചിരിയുണ്ടായിരിക്കണം. അവൻ ദേഷ്യത്തിലാണെങ്കിൽ തീയിനെ അണയ്ക്കാൻ കഴിയുന്ന ശാന്തത നിന്റെ വാക്കുകളിലുണ്ടായിരിക്കണം. ഇതാണ് സംസാരിക്കാനുള്ള യഥാർത്ഥ കല. വികാരങ്ങളുമായി ബന്ധിപ്പിക്കുക, ബന്ധിപ്പിച്ചുകൊണ്ട് മനസ്സിലാക്കിപ്പിക്കുക. നീ സംസാരിക്കുന്ന രീതിയാണ് നിന്റെ കാര്യം ഫലിക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ചിന്തിക്കൂ, നീ നിന്റെ പങ്കാളിയോട് സ്നേഹത്തോടെ ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞാൽ ആ വാചകം അവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്നു. എന്നാൽ അതേ കാര്യം ദേഷ്യത്തോടെ ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം ഒന്നുതന്നെയാണെങ്കിലും ഫലം നേരെ വിപരീതമാകുന്നു. ഇതാണ് വാക്കുകളും വികാരങ്ങൾ നിറഞ്ഞ വാക്കുകളും തമ്മിലുള്ള വ്യത്യാസം. ചാണക്യൻ നമ്മളെ പഠിപ്പിക്കുന്നത് വാക്കുകൾ അതുതന്നെയായിരിക്കാം, പക്ഷേ അവയിൽ ജീവൻ നൽകുക എന്നാണ്. നിന്റെ ശബ്ദത്തിൽ വികാരമുണ്ടാകുമ്പോൾ നിന്റെ കാര്യം കേൾക്കുക മാത്രമല്ല, അത് അനുഭവപ്പെടുകയും ചെയ്യും. അനുഭവപ്പെടുന്ന കാര്യമാണ് ഓർമ്മിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ചിലർ കുറച്ച് വാക്കുകളിൽ ജീവിതകാലം മുഴുവൻ നീണ്ടുനിൽക്കുന്ന സ്വാധീനം ചെലുത്തുന്നത്. എന്നാൽ ചിലർ 1000 കാര്യങ്ങൾ പറഞ്ഞാലും ഹൃദയത്തിൽ ഇടം നേടാൻ കഴിയാറില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങളുടെ വാക്കുകൾ ആളുകളുടെ ഹൃദയത്തിലെത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വാക്കുകളിൽ വികാരം ചേർക്കുക. ശബ്ദത്തിൽ നനവ് സൂക്ഷിക്കുക. ശൈലിയിൽ സത്യസന്ധത സൂക്ഷിക്കുക. ഹൃദയത്തിൽ അടുപ്പം സൂക്ഷിക്കുക. കാരണം നിങ്ങളുടെ വാക്കുകളിൽ വികാരങ്ങളുണ്ടാകുമ്പോൾ മുന്നിലുള്ളയാൾ കേൾക്കുക മാത്രമല്ല, നിങ്ങളുമായി ബന്ധിപ്പിക്കപ്പെടുന്നു. ഹൃദയം കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ടവൻ എപ്പോഴും നിങ്ങളുടേതായിത്തീരുന്നു. ഓർക്കുക, വാക്കുകൾ വിത്തുകളാണ്. വികാരങ്ങൾ അവയെ വളരാൻ അനുവദിക്കുന്ന വെള്ളമാണ്. നിങ്ങളുടെ വാക്കുകളിൽ വികാരമുണ്ടെങ്കിൽ അവ ഹൃദയങ്ങളിൽ വേരുപിടിക്കും. ഇതാണ് ചാണക്യന്റെ 4ാമത്തെ പാഠം. വാക്കുകൾ കേൾക്കുക മാത്രമല്ല, അത് അനുഭവപ്പെടുന്ന രീതിയിൽ സംസാരിക്കുക. 5ാമത്തെ കാര്യം, ആചാര്യ ചാണക്യൻ പറയുന്നു, ഏത് വ്യക്തിയോട് സംസാരിക്കുമ്പോഴും അവരുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുക. കാരണം വാക്കുകൾക്ക് മുമ്പേ നിങ്ങളുടെ സത്യസന്ധത കാണിച്ചു തരുന്ന കണ്ണാടിയാണ് കണ്ണുകൾ. നിങ്ങളുടെ നാവ് വേറെന്തെങ്കിലും പറഞ്ഞേക്കാം, പക്ഷെ നിങ്ങളുടെ കണ്ണുകൾ എപ്പോഴും സത്യം പറയുന്നു. നിങ്ങൾ കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ മുന്നിലുള്ള വ്യക്തി നിങ്ങളുടെ വാക്കുകൾ വിശ്വസിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ സത്യസന്ധനാണ്, ആത്മവിശ്വാസമുള്ളവനാണ്, നിങ്ങളുടെ വാക്കുകളിൽ കഴമ്പുണ്ട് എന്ന് അവർക്ക് അനുഭവപ്പെടുന്നു. എന്നാൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ കണ്ണുകൾ താഴ്ത്തിയോ അങ്ങോട്ടുമിങ്ങോട്ടും നോക്കിയോ ആണ് സംസാരിക്കുന്നതെങ്കിൽ മുന്നിലുള്ളയാളുടെ മനസ്സിൽ പെട്ടെന്ന് സംശയം ജനിക്കുന്നു. നിങ്ങൾ എന്തോ മറച്ചുവെക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങളിൽ ആത്മവിശ്വാസക്കുറവുണ്ടെന്നോ അവർക്ക് തോന്നും. വിശ്വാസത്തിന്റെ നൂൽ ദുർബലമായാൽ നിങ്ങളുടെ വാക്കുകൾ എത്ര ശരിയാണെങ്കിലും അതിന്റെ ഫലം നഷ്ടപ്പെടും. ഓർക്കുക, വാക്കുകൾക്ക് മുമ്പേ കണ്ണുകളാണ് സംസാരിക്കുന്നത്. ലോകത്തിലെ എല്ലാ വലിയ നേതാക്കന്മാരും വിജയികളായ പ്രാസംഗികരും സ്വാധീനശക്തിയുള്ള എല്ലാ മനുഷ്യരും ഒരു കാര്യത്തിൽ സമാനരാണ്. അവർ സംസാരിക്കുമ്പോൾ ആളുകളുടെ കണ്ണുകളിലേക്കാണ് നോക്കുന്നത്. കാരണം ആ നിമിഷമാണ് മുന്നിലുള്ള വ്യക്തി നിങ്ങളുമായി കണക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ നോട്ടം തന്നെയാണ് നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ കണ്ണാടി. നിങ്ങളുടെ കണ്ണുകളിൽ സത്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ശബ്ദത്തിൽ തനിയെ ശക്തി വരുന്നു. ചാണക്യൻ പറയുന്നു, രാജാവിനെപ്പോലെ സംസാരിക്കുക, അടിമയെപ്പോലെ പണിയെടുക്കുക. അതായത് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഓരോ വാക്കിലും അധികാരം, ആത്മവിശ്വാസം, സത്യം എന്നിവയുണ്ടെന്ന് തോന്നിപ്പിക്കുക. എന്നാൽ ജോലി ചെയ്യുമ്പോൾ വിനയത്തോടും സമർപ്പണത്തോടും കൂടി ചെയ്യുക. ഈ സന്തുലിതാവസ്ഥയാണ് മനുഷ്യനെ വിജയിപ്പിക്കുന്നത്. ചിന്തിക്കൂ, ഒരാൾ നിങ്ങളുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുമ്പോൾ നിങ്ങൾ അവരുടെ വാക്കുകൾ എത്ര ഗൗരവത്തോടെയാണ് കേൾക്കുന്നത്. അവരുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് സത്യമായി തോന്നുന്നു, വിശ്വസിക്കാൻ കൊള്ളാവുന്നതായി തോന്നുന്നു. കാരണം അവരുടെ നോട്ടം അവരുടെ സത്യസന്ധതയുടെ തെളിവായി മാറുന്നു. ഇതുപോലെ നിങ്ങൾ ഒരാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ ഒന്നും പറയാതെ തന്നെ നിങ്ങൾ അവരുടെ മനസ്സിനെ സ്വാധീനിക്കുന്നു. കണ്ണുകളിൽ നോക്കി സംസാരിക്കുന്നത് വെറുമൊരു സംസാരരീതിയല്ല, ഇതൊരു മനഃശാസ്ത്രപരമായ ശക്തിയാണ്, സൈക്കോളജിക്കൽ പവർ. ഞാൻ നിനക്ക് വില കൽപ്പിക്കുന്നു, ഞാൻ നിന്നെ കേൾക്കുന്നു, എന്റെ കാര്യത്തിന് പ്രാധാന്യമുണ്ട് എന്നിത് മുന്നിലുള്ളയാളോട് പറയുന്നു. ഈ ബന്ധമാണ് നിങ്ങളുടെ വാക്കുകളെ അവിസ്മരണീയമാക്കുന്നത്. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ, അത് നിങ്ങളുടെ സുഹൃത്തായാലും ഇടപാടുകാരനായാലും ബോസായാലും അപരിചിതനായാലും, അവരുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുക. കാരണം നിങ്ങളുടെ നോട്ടം സത്യസന്ധമാകുമ്പോൾ നിങ്ങളുടെ വാക്കുകളുടെ സ്വാധീനം പല മടങ്ങ് വർദ്ധിക്കും. ഓർക്കുക, കണ്ണുകൾ കൊണ്ട് സംസാരിക്കാൻ പഠിച്ചവന്റെ നാവ് സംസാരിക്കാതെ തന്നെ വലിയ സ്വാധീനം ചെലുത്തുന്നു.